വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് വേൾഡ് കപ്പ് ലാസ്റ്റ് ഡേൻ്റെ അന്നാണ്, അതായത് സൺഡേ. അപ്പോൾ ഞങ്ങൾ വേൾഡ് കപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പണികളൊക്കെ കുറച്ച് എളുപ്പമാക്കാനുള്ളൊരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് ഞാനൊരു നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടൊരു കേക്ക് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ട പോലെ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബട്ടറും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ടയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഫോർക്ക് വെച്ചോ ഒരു കയ്യിൽ വെച്ചോ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 1-2 ഏലക്കായും കൂടി അതിലേക്ക് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാലും ഞാനിതിന് എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം പിന്നെ മൈദയാണ് നമ്മളിതിൽ ചേർക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് പിന്നെ ബാക്കിയും കൂടി ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മുട്ടൻ്റെ സ്മെല്ല് ടേസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് ഇട്ടിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൂട് പോയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏതൊരു കൺസിസ്റ്റൻസിയിലാണോ വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഭയങ്കര ടൈറ്റും അല്ല, നമ്മൾ കേക്കിന് ഉണ്ടാക്കുന്ന പോലത്തെ കട്ടിയും അല്ല. അതല്ലാതെ ചെറിയൊരു ലൂസിൽ ഉള്ളൊരു മാവാണിത്. ഇനി ഈ പാന് ഷെഫിക്ക് ഈ പ്രവചന മത്സരത്തിൽ കിട്ടിയതാണ്, ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു പാനിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പം എന്നാൽ അതിൻ്റെ ഉദ്ഘാടനവും കൂടെയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പഴം ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അടിഭാഗത്തൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് തിരിച്ച് ഇട്ടിട്ടും ആ സൈഡ് മുകളിൽ വരുന്ന സൈഡും നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പഴം അങ്ങനെയൊന്നൊരു ഡെക്കറേഷൻ പോലെയാണ് ചെയ്തത്. അതായത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഒരു 15 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ഇത് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടിയിൽ നേരത്തെ വെച്ചിട്ടുണ്ട് ആ പഴം കണ്ടില്ലേ, അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ചായ റെഡിയായി. നല്ല കടുപ്പത്തിലുള്ളൊരു ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും. ഇനി നമുക്കിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ഉണ്ട്, പിന്നെ ഷെസവേ ഉണ്ട്. അങ്ങനെ നമ്മൾ ടീ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി കിച്ചൺ ക്ലീൻ ചെയ്തു. അപ്പോൾ എനിക്കിനി ഒന്നും കിച്ചണിലൊന്നും ഉണ്ടാക്കാനില്ല. ഞങ്ങൾ രാത്രി എണീച്ച് മാച്ച് കാണാനുള്ളതുകൊണ്ട് ഫുഡ് ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ ഉള്ള പസിലും മറ്റും വെച്ചിട്ട് കളിക്കുകയാണ്. അപ്പോൾ അടുത്ത ആൾക്കാരും വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരെല്ലാവരും കൂടെ ഉള്ള നല്ല രസമായിട്ട് കളിക്കുകയാണ് എല്ലാവരും കൂടെ. ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷെഫിനെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഷെഫി 9 മണി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. മന്തിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും പോയി. ഉമ്മച്ചിയും ഉപ്പയും ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്. ഞങ്ങളെല്ലാവരും കഴിച്ച് പെട്ടെന്ന് കിടക്കുകയാണ്, കളി കാണാൻ എണീക്കുക.